ഹലോ മക്കളെ, അപ്പം നമ്മളുടെ SSLC-കാരുടെ ഒരു ഡ്രാഫ്റ്റ് ടൈം ടേബിൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് 100% കൺഫേംഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ അല്ല. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ ചേഞ്ചസ് ഇല്ല. പക്ഷേ ഒരു സങ്കടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്സ് എക്സാമിന് നിങ്ങൾക്ക് ഒത്തിരി ദിവസം ഇല്ല എന്നുള്ളതാണ്. ആൻഡ് സോഷ്യൽ സയൻസിന് സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ സോഷ്യൽ സയൻസിന് നമുക്ക് 2 ദിവസം പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇത് ഒരു കൺഫേംഡ് ആയിട്ടുള്ള ടൈം ടേബിൾ അല്ല, ഡ്രാഫ്റ്റ് ടൈം ടേബിളാണ്. അപ്പം നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ എല്ലാവരും ചെക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ടൈം ടേബിളിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ തന്നെ ഈ ഒരു കാര്യം അറിയാത്ത നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ടൈം ടേബിളിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ നമ്മളുടെ ഡേയ്സ് ഒക്കെ വന്നു കഴിഞ്ഞു, ടൈം ടേബിളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ചാപ്റ്റേഴ്സൊക്കെ ഓണം എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ എൻ്റെ മക്കൾക്ക് ആഗ്രഹമുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചസിൽ ജോയിൻ ചെയ്യാം. കാരണം ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ബാച്ച് ഫീ കുറച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക്ലോഗ് സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട്, കാരണം ചാപ്റ്റേഴ്സൊക്കെ നമ്മളൊരു 1 hour കൊണ്ടാണ് പഠിക്കുന്നത്, അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സെഷനും ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ കുറച്ച് സമയത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫീച്ചർ കൂടിയാണ് നമ്മുടെ ബാക്ക്ലോഗ് സീരീസ്. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് നമ്മുടെ ലക്ഷ്യ ബാച്ച് എല്ലാം നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ എൻ്റെ മക്കൾക്ക് ബാക്ക്ലോഗ് സീരീസിലൊക്കെ ജോയിൻ ചെയ്യാം, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. ആൻഡ് ഈ ടൈം ടേബിൾ നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്യുക. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ ഇഷ്ടമായോ? നിങ്ങൾ ഈ ടൈം ടേബിളിനെ കുറിച്ചിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് സെക്ഷനിൽ പറയാം. മാക്സിമം ഈ ഒരു കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യും. ഓക്കെ.